തീരുന്നിടം വരെ ഇത് വെച്ചോണ്ടിരിക്കണം. ഓക്കെ, സിമ്പിൾ. പോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചലഞ്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആ ചലഞ്ചിങ് വീഡിയോ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതായിരിക്കും. പറയൂ, ചലഞ്ചിങ് വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. പറയൂ, ചലഞ്ചിങ് വീഡിയോ എന്താണെന്ന് പറയൂ. അതെന്താന്ന് വെച്ചാൽ അങ്ങോട്ട് ഇങ്ങനെ പറയേണ്ട കാര്യമില്ല. അതായത് നമ്മുടെ മലയാള സിനിമയിലെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഡയലോഗുകൾ ഞങ്ങൾ രണ്ടുപേരും എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അത് ഏത് മൂവിയിലാണെന്ന് ഇപ്പൊ ഞാൻ പറയാം. ഇപ്പൊ നമ്മള് ഏത് മൂവിയിലെയാണോ ഡയലോഗ്, ഞാനിപ്പോ ഒരു ഡയലോഗ് ഇവളോട് പറയും. അപ്പൊ ആ മൂവിയിലെ ഡയലോഗ് ഏത് സിനിമയിലാണെന്ന് ഇവള് പറയണം. പറഞ്ഞില്ലെങ്കിൽ പണിഷ്മെന്റ് ഉണ്ട്. ഓക്കെ, പണിഷ്മെന്റിനുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കൂടാതെ 5 ക്വസ്റ്റ്യൻ, ഞങ്ങൾ ടോട്ടൽ 10 ക്വസ്റ്റ്യൻ ഉണ്ട്. ചേട്ടായിയുടെ 5 ക്വസ്റ്റ്യൻ, എന്റെ 5 ക്വസ്റ്റ്യൻ. അപ്പൊ അതിന് ഞാൻ 5 പണിഷ്മെന്റ് വെച്ചിട്ടുള്ളൂ. 5 പണിഷ്മെന്റ്. ഓക്കെ, ബാക്കി നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്നേരത്തെ ഇതുപോലെ നമുക്ക് എന്തെങ്കിലും മത്സരം കൊണ്ട് മുറുകട്ടെ. അപ്പൊ നമുക്ക് ഒരുപാട് നിങ്ങളെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല, നേരെ വീഡിയോ ഒക്കെ. അപ്പൊ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഈ മൂവി ഡയലോഗ് നിങ്ങൾക്ക് മനസ്സിലാക്കി താഴെ നിങ്ങളത് കമന്റ് ചെയ്യണം. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കേ, സ്റ്റാർട്ട്. ഫസ്റ്റ് ഞാൻ ഇടാം. ഓക്കേ, പോയി കിടന്നുറങ്ങു പെണ്ണേ. കിലുക്കം. സിമ്പിൾ ആയി പോയില്ലേ? ഫസ്റ്റ് സിമ്പിൾ ആയിട്ടിരിക്കട്ടെ. അപ്പൊ എനിക്ക് ഒരു പോയിന്റ്. ഒരു പോയിന്റ്. ഓക്കേ, നീ പറഞ്ഞു. ചുമ്മാ ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതട്ടെ. ഓക്കേ, അപ്പൊ ഇനി അടുത്ത ഞാനാണ്. അപ്പൊ ആദ്യത്തേത് ഞാൻ ജയിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്തത് ചേട്ടയുടെ ആണ്. ഇവരെ ഞാൻ എവിടെയോ ചിലപ്പോ എന്റെ തോന്നലാകാം. ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഡയലോഗാണ്. നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ഇവരെ ഞാൻ എവിടെയോ ചിലപ്പോ എന്റെ തോന്നലാകാം. നടൻ പറഞ്ഞേ, ഒരു ക്ലൂ തന്നെ. ആ ക്ലൂ പൃഥ്വിരാജിന്റെ ഒരു സിനിമയാണ്. പൃഥ്വിരാജിന്റെ സിനിമയാണ്. അമർ അക്ബർ അന്തോണി അതല്ലേ? 3 ചാൻസ് ഉള്ളേ. 4 അമർ അക്ബർ അന്തോണി പൃഥ്വിരാജിന്റെ സിനിമ. 6 7 ചോക്ലേറ്റ്. 8 ഇനി ഒരു ചാൻസ് ഉള്ളൂ. 9 പിന്നെ അറിയില്ല. തേജാബായ് ആൻഡ് ഫാമിലി. തേജാബായ് ആൻഡ് ഫാമിലിക്കകത്ത് സുരാജ്. ഈ ഡയലോഗ് ചേട്ടാ നോക്ക്, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോലെ റീൽസിൽ പോലെ ഈ ഡയലോഗ് ട്രെൻഡിങ് അല്ലേ? പിന്നെ സുരാജ് തേജാബായ് MBBS ഞാൻ MBBS അല്ല, തേജാബായ് ആൻഡ് ഫാമിലി. പക്ഷെ അതിനകത്തെ ഡയലോഗുകളെല്ലാം വളരെ ഫേമസ് ആയിട്ടുള്ള ഡയലോഗ് കണ്ടിട്ടില്ല സിനിമ. എന്തോ ആയിക്കോട്ടെ, ഇതിനകത്ത് പണി അങ്ങോട്ട് സെലക്ട് ചെയ്യും. എടുക്കട്ടെ. ഈശ്വര, നല്ലൊരെണ്ണമായിരിക്കണേ. പിന്നെ പണി ആരെങ്കിലും നല്ലത് കിട്ടുമോ? ആ പണിയല്ലല്ലോ, ഇത് നല്ലത് എന്തേലും കാണത്തില്ലേ? ഇത് ഒട്ടിച്ചു വെച്ചോ നീ? നാരങ്ങ. നല്ല പണി, അറിഞ്ഞു കണ്ട ദൈവം. നല്ല പണി. ഈശ്വര എന്നോട് എടുത്തോ. ആ ബൗളിൽ വെച്ചിട്ടുണ്ട് നാരങ്ങ. അത് ഫുള്ള് കഴിക്കണം, ഫുള്ള് വായിലിടണം. പിഴിഞ്ഞൊഴിക്കാൻ പാടില്ല, ഫുള്ളായിട്ട് വായിലിട്. ഓക്കെ, മുഖത്ത് എക്സ്പ്രഷൻ വരരുത്. പറഞ്ഞപ്പോഴേ എക്സ്പ്രഷൻ ഇട്ട് എന്നെ നോക്കി പേടിപ്പിക്കാനല്ല. അയ്യോ, ആരങ്ങടെ കുരുമ്പിഴിഞ്ഞ. അത് കുഴപ്പമില്ല. നല്ല പണിയല്ലേ കിട്ടിയത്? നല്ല സൂപ്പറായിരുന്നു. നല്ല പുളിയിട്ടറി. പിന്നെ നാരങ്ങക്ക് പുളിയല്ല, അതിന്റെ മധുരമാവോ? ഓക്കെ, അടുത്ത റൗണ്ട്. ഇത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതൊരു മത്സരമാണ്, എന്നതൊരു ചലഞ്ചാണ്. എന്റെ മുന്നിൽ ഇങ്ങനെ തുറന്നു വെച്ചിട്ടാണ് എന്നോട് ചോദിക്കുന്നത്. ഇതല്ലല്ലോ ക്വസ്റ്റ്യൻ, നിന്നെ ഞാൻ കുഴപ്പിക്കാൻ വേണ്ടി. സെക്കൻഡ് ക്വസ്റ്റ്യൻ. അത് എന്നെ ഉദ്ദേശിച്ചാണ്, അത് എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ഞാനെല്ലാം എഴുതിയ സിമ്പിൾ ആയല്ലോടി. പ്രേക്ഷകർക്ക് കൂടെ മനസ്സിലാകട്ടെ എന്ന് വെച്ചില്ല. നീ എഴുതിയത് പ്രേക്ഷകർക്ക് പോലും മനസ്സിലാക്കി കാണത്തില്ല. തീർച്ചയായിട്ടും ഇത് നമുക്കെതിരെ ഉള്ളൊരു വെല്ലുവിളിയായിട്ട് നിങ്ങൾ സ്വീകരിച്ച് നിങ്ങൾ ഉറപ്പായിട്ടും ആ തേജാബായ് ഫാമിലി ഡയലോഗ് നിങ്ങൾ ഉറപ്പായിട്ടും ഇതിന് താഴെ ഒന്ന് കമന്റ് ചെയ്തിരിക്കണം. ഇത് ഫേമസ് ആയിട്ടുള്ള ഡയലോഗ് അല്ലെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. നിങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കണം. പിന്നെ ഞാൻ കണ്ടിട്ടില്ല സിനിമ തേജാബായ്. സിനിമ കാണുന്ന ഡയലോഗ് നിങ്ങൾ എപ്പോഴും കേൾക്കുന്നതാണ്. ഓക്കെ, അടുത്ത എന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഏതെങ്കിലും കടുകട്ടി കൊണ്ട് വരും. നിന്നെ ഉദ്ദേശിച്ചത് ഞാൻ നിന്നെ ഉദ്ദേശിച്ചത്. ഗണ്ണ് കണ്ടിട്ടുണ്ടോടാ? ഗണ്ണ്. നീ ഗണ്ണ് കണ്ടിട്ടുണ്ടോടാ? ഗണ്ണ്. ഇത് കുഴപ്പിക്കുമല്ലോ ദൈവമേ. ഞാൻ കൂടുതലും എഴുതിയിട്ടെന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഇതൊക്കെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വരുന്ന ഡയലോഗ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊന്നും കേറുന്നില്ലല്ലോ, വളരെ ചുരുക്കമായിട്ടല്ലേ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്ന ഫേമസ് ആയിട്ടുള്ള ഡയലോഗാണ് ഇതൊക്കെ. ആരാ അഭിനയിക്കുന്നത്?
ആ ക്ലൂ തന്നിട്ട് പറ. മോഹൻലാലിന്റെ സിനിമയാണ്. മോഹൻലാലിന്റെ സിനിമയാണ്. ഒരു ക്ലൂ കൂടെ തരണം. ഇല്ല. നീ എന്താ പറഞ്ഞേ? കണ്ടിട്ടുണ്ടോടാ? ഗണ്ണ്. 2 3 നാടോടിക്കാറ്റ്. ഒരു ചാൻസ് പോയെ. 4 പട്ടണപ്രവേശം. 2 ചാൻസ് പോയി. 5 ഇനി ചാൻസ് ഉള്ളൂ. 6 നീ ഗണ്ണ് കണ്ടിട്ടുണ്ടോ? 7 8 9 10 പ്രജ. എടി കുഞ്ഞെ, നീ തേജാബായി MBBS പ്രജ ചില ഫേമസ് ആയിട്ടുള്ളത് എടുക്ക്. ഇത് ഫേമസ് ആയിട്ടുള്ള ചേട്ടാ, ഇങ്ങനെ കുറ്റപ്പെടുത്തരുത് കേട്ടോ. ഇനി അടുത്ത ചേട്ടയുടെ. അപ്പൊ ഗൈസ് എനിക്ക് 2 പോയിന്റ് ആയിരിക്കാണ്. 2 പോയിന്റ് ഞാൻ എടുക്കാം. എന്തായാലും അല്ല എന്റെ പഠിപ്പിക്കുക. ടങ് ട്വിസ്റ്റർ. ചേട്ടാ ടങ് ട്വിസ്റ്റർ ആണ്. വടി പുളിയെ കേറി, പുളി വടിയെ കേറി 5 ടൈംസ് പറയണം. ഞാൻ വടി പുളിയെ കേറി, പുളി വടിയെ കേറി, 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 വടി പുളിയെ കേറി, പുളി വടിയെ കേറി. ഒക്കെ സിമ്പിൾ. പോ. ആയിക്കോട്ടെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഗൈസ് എന്റെ ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. പക്ഷെ ഗൈസ് നിങ്ങൾ വിചാരിക്കണേ ഞാൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കൊണ്ടുവന്നത്. ഇവള് മറ്റേ പ്രജ തേജാബായി നമ്മള്. ഓക്കെ, അടുത്തത്. എനിക്ക് എഴുതാൻ അറിയില്ലല്ലോ സാറേ. അല്ല, എനിക്ക് എഴുതാനല്ലേ അറിയൂ സാറേ, വായിക്കാൻ അറിയില്ലല്ലോ. എടി ഞാനെല്ലാം സിമ്പിളാ കൊണ്ടുവന്നേ. എല്ലാവർക്കും കടുകട്ടി പറഞ്ഞാല് ചലഞ്ച് ഒരു ഇൻട്രസ്റ്റിംഗ് ഇല്ലല്ലോ. ഈ കാണുന്നവർക്ക് കൂടെ മനസ്സിലാവണം. നീ ജയിച്ചു ഓൾറെഡി. ഇതെങ്കിലും പറയാൻ പറ്റണേ ദൈവമേ. ഇവിടെ ഇപ്പൊ ഏതേലും സമൂഹഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. അത് ബിന്ദു പണിക്കറാ പറയുന്നത്. പക്ഷെ ഇപ്പാടെ വേദാന്നുള്ളതാണ്. അല്ല, അത് ഫേമസ് ബിന്ദു പണിക്കര. നിക്കണി ക്ലൂ താടി. നായകനാരാ? സമൂഹഗാനം ജോക്കറാണോ? സമൂഹഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടി. നിക്ക്, സമൂഹഗാനം വരെ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. എന്റെ മനസ്സിലൊരു സിനിമയാണ് വെട്ടം. 2 ചാൻസ് പോയി. 9 10 അറിയത്തില്ല. ശ്രീകൃഷ്ണവൃത്തം നക്ഷത്രത്തിൽക്കം. അത് ശരിയാ. എന്റെ ചേട്ടായി ഇത് ഇതുപോലും അറിയത്തില്ലെന്ന് പറഞ്ഞ ഇത് ഇനിയിപ്പോ ചേട്ടായി പറഞ്ഞ ഫേമസ് ഡയലോഗ് അല്ലെന്നാ പറഞ്ഞത്. ഇല്ല, അത് ഞാൻ സമ്മതിച്ചു. മറ്റേ 2 എനിക്ക് അറിയത്തില്ല. അപ്പൊ ഗൈസ് വീണ്ടും ചേട്ടായി തോറ്റിരിക്കുകയാണ്. നമുക്ക് വീണ്ടും പണികളും കൂടെ കൊടുക്കാം ചേട്ടന്. ഇന്നാ ചേട്ടാ എടുത്തോളൂ. അപ്പോട്ടെ ഞാനല്ലേ എഴുതിയത്. പൗഡർ ഞാനാണോ ഇടണ്ടേ അതോ? കണ്ണടച്ചോ മൂക്കണ്ടേ പറ്റുന്നേ. ഇത് തീർന്നിടം വരെ ഇത് വെച്ചോണ്ടിരിക്കണം. ഓക്കെ, ആഹാ ഇത് നല്ല ഭംഗിയാ എന്റെ ചേട്ടനെ കാണാൻ. അടുത്ത ക്വസ്റ്റ്യൻ ചേട്ടാ. അപ്പൊ ഗൈസ്, ഇത് 4ാമത്തെ റൗണ്ടാണ്. ഞാൻ എല്ലാം സിമ്പിളാ എഴുതിയത്. ഇവളെല്ലാം കട്ടിയും കൊണ്ടും വന്നു. എന്റെ പൊന്നു ഗൈസ്, നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്. എനിക്ക് എന്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവര് താഴെ വന്ന് ഇത് ചെയ്യും. ചേട്ടായി ശരി, ഇങ്ങനെ പേടിക്കല്ലടാ ആണുങ്ങളുടെ വിലകളെ. ചട്ടമ്പിനാട്. ഇങ്ങനെ പേടിക്കലടാ. 4 പോയിന്റ്. ആ ടിക്കറ്റ് എന്നാ പോലുള്ള ടൈം ഇല്ലല്ലോ ചേട്ടായി. ഞാൻ ഈ സിമ്പിൾ എല്ലാം കൊണ്ടുവന്നത് നിനക്ക് കടുകട്ടി കൊണ്ടുവന്ന് അറിയത്തില്ലെന്ന് വെച്ചിട്ടാ. ഞാനെല്ലാം സിമ്പിൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതെന്തിനാ എടുക്കുന്നേ? നീ വായിരും. ഇത്രയ്ക്കൊക്കെ പണി കിട്ടാൻ ആഗ്രഹം. അല്ല, നീ വായിച്ചു. ഇത് ഞാൻ പറയൂടി. എന്റെ 4ാമത്തെയാണ്. അല്ല, എന്റെ 5ാമത്തെ ക്വസ്റ്റ്യൻ ആട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Oh God, you again.
ഇത് ദിലീപ. ദിലീപല്ലേ? ദിലീപ. 1 ഏതാ? 2 നമ്മൾ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാ. ഒരു അവസരം കൊടുത്തേക്കാം. നമ്മൾ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാ. നിക്ക് ഒരു മിനിറ്റ്. 3 നമ്മള് ദിലീപിന്റെ സിനിമ തിയേറ്ററിൽ പോയി കണ്ട. നാട്ടിൽ വെച്ചിട്ട്, പത്തനംതിട്ട വെച്ചിട്ട്. പാവം ഒരു ക്ലൂ കൊടുക്കാം. നാട്ടിൽ വെച്ചിട്ട്, പത്തനംതിട്ട വെച്ചിട്ട്. 4 ഒരു ക്ലൂ കൂടെ കൊടുക്കാം. ലാലുണ്ട് സിനിമയ്ക്കകത്ത്. 5 ലാലോ? ലാലുള്ള സിനിമ ഏതാ നമ്മൾ നാട്ടിൽ നിന്ന് കണ്ട്? 6 ഒരു മിനിറ്റ്. ഈ നിക്കടി, ലാലുള്ള സിനിമ ഏതാ? ലാലുള്ള ദിലീപിന്റെ സിനിമ ഏതായിരുന്നു കണ്ട്? 7 നമ്മൾ ഇവിടെ വരുന്നതിന് മുന്നാണോ ഇവിടെ അവധിക്ക് പോയിട്ടാണ്? അല്ല, നമ്മൾ ചേട്ടായി ഇങ്ങോട്ട് വരാനായിട്ട് വിസ എല്ലാം വരുന്നതിന് മുന്നേ ഉള്ള സമയത്ത് ഒരു 50 സെക്കൻഡ് തരാം. 8 ദിലീപിന്റെ പടം ഏതായിരുന്നു കണ്ട് 9 ആ സമയത്ത്? ഏത് സിനിമയായിരുന്നു ദിലീപിന്റെ? ഞാൻ പറഞ്ഞു തരാം. 11 മറ്റേ പടം. മറ്റേ പടമല്ല, ഇതിനൊരു പേരുണ്ട്. 12 ലയണല്ല. 13 ഓർമ്മ കിട്ടുന്നില്ല. കിങ് ലെയർ. അല്ലേ? ശരി. നമ്മള് തിയേറ്ററിൽ പോയി കണ്ടതല്ലേ? അപ്പൊ അത് നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടതല്ലേ? എനിക്ക് മനസ്സിലായി. മറ്റേ ബാലു വർഗീസ് ഒക്കെ ഉള്ളു. എല്ലാം എനിക്ക് തന്നില്ലേ. വലിയ പാടൊന്നുമില്ല. പാവയ്ക്ക അല്ലാതെ വേറെ ഒന്നുമല്ല. എടുക്കൂ, കഴിക്കൂ. വരൂ ലില്ലേഫി ലഡു കഴിക്കൂ. അത് തുടച്ചു കളയാൻ പാടില്ല. ഇനി അടുത്ത ഞാൻ പാവയ്ക്കാൻ കൂടെ തിന്നണം. ഇതിനകത്ത് ഇത്രയും ഫേമസ് ആയിട്ടുള്ള മൂവി ഡയലോഗ്, അതും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും എല്ലാം നമ്മുടെ ഓൺലൈനിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന മൂവി ഡയലോഗ് പോലും ഇവിടെ തന്നെ ആ സമയം കണ്ട് പൗഡറിൽ എടുത്ത് കൊടുക്കുന്നു. ഇൻസ്റ്റാഗ്രാമിൽ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതല്ല, ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മൂവി ഡയലോഗാണ് ഞാൻ ഫുൾ എഴുതുക. അതുപോലും കണ്ടുപിടിച്ച് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ സോറി, എനിക്ക് വേർഡ്സ് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ഞങ്ങളുടെ ചലച്ചിത്രം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഞാനാണ് കേട്ടോ ജയിച്ചിരിക്കുന്നത്. അടുത്ത പ്രാവശ്യം ഞാൻ കാണിച്ചുതരാം. ജയിച്ചോട്ടെ ഫസ്റ്റ്. ഈ ചലച്ചിത്രത്തിൽ നമുക്ക് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിരിക്കാം. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ട് താഴെ കമന്റ് ചെയ്യൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള നെഗറ്റീവോ പോസിറ്റീവോ എന്ത് വേണം നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. വീണ്ടും പുതിയ കണ്ടന്റുമായിട്ട് വരുന്നതായിരിക്കും. അപ്പം ഇനിയും മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണം ഞങ്ങളോടൊപ്പം വേണം. അപ്പൊ എന്നും നിങ്ങളോടൊപ്പം സ്നേഹത്തോടെ വേൾഡ് ഓഫ് ബൈ.